ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് ഓണക്കാലം അല്ലേ, അപ്പൊ ഈ ചിങ്ങമാസത്തിൽ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ കല്യാണ മാസത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ പുടവ ബാഗ് എന്ന് പറയുന്ന വീഡിയോ ആണ്. വേറെ ആരെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ ഈ ഓണക്കാലത്ത് ചെയ്യാൻ പോവുകയാണ്. പുടവ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കല്യാണ പയ്യൻ കല്യാണ പെണ്ണിനായിട്ട് കൊടുക്കുന്ന കല്യാണ സാരിയാണ് പുടവ എന്ന് പറയുന്നത്. നമ്മൾ ഈ പുടവ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആ ബാഗിനുള്ളിൽ കല്യാണ സാരിയും അതിന്റെ കൂടെ കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മൾ കരുതാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാഗാണ് നമ്മൾ ഇന്ന് തുറന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പെട്ടിയിലാണ് പുടവ കൊടുക്കാനായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് എടുത്തു വെക്കാം. കല്യാണ ദിവസം കല്യാണ പെണ്ണിന് അണിയാനായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ പെട്ടിയിൽ കരുതണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു ജോഡി ചെരുപ്പ് എടുത്തു വെക്കാം. അപ്പൊ നമ്മൾ ആദ്യം വെക്കുന്നത് ചെരുപ്പാണെന്ന് വിചാരിക്കേണ്ട, ഏറ്റവും അടിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെരുപ്പ് ആദ്യം തന്നെ വെക്കുന്നത്. അപ്പൊ ഞാനിത് തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഇതിനുള്ളിൽ ഇപ്പൊ ചെരുപ്പില്ല. ചെരുപ്പ് കല്യാണ പെണ്ണ് ഇട്ടോണ്ട് പോയി. അപ്പൊ നമുക്ക് ചെരുപ്പിന്റെ പെട്ടി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കൺമഷിയുടെ പാക്കറ്റ് വയ്ക്കണം. അതുപോലെ ഒരു നെയിൽ പോളിഷ്. ഇത് സാരിയുടെ കളർ അനുസരിച്ചാണ് നമ്മൾ നെയിൽ പോളിഷ് എല്ലാം സെലക്ട് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കരുതാൻ പോകുന്നത് ഒരു പെർഫ്യൂമാണ്. ഇനി അടുത്തതായിട്ട് വെക്കേണ്ടത് ഒരു ടാൽക്കം പൗഡർ. ഇതിനോടൊപ്പം കരുതേണ്ട ഒരു സംഭവമാണ് കുങ്കുമം. കുങ്കുമത്തിന്റെ ഒരു ചെറിയ പാക്കറ്റും കൂടി നമ്മൾ ഇതിനോടൊപ്പം വെക്കണം. അത് കഴിഞ്ഞിട്ട് പെണ്ണിന് പൂ വെക്കാനുള്ള 2 ടൈപ്പ് സ്ലൈഡ്, കുറച്ച് കട്ടിയുള്ളത് നമ്മുടെ സാധാ ഈർക്കിലി സ്ലൈഡും. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് സേഫ്റ്റി പിൻ. ഇനി പൊട്ട്. അത് നമുക്ക് ഇതേപോലെ ഒരു പല കളറിലുള്ളതോ അല്ലെങ്കിൽ സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ സിംഗിൾ ആയിട്ടുള്ളതോ ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. അടുത്തതായിട്ട് ഒരു ഹാൻഡ് കർച്ചീഫ്. അപ്പൊ ഇതേപോലെ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഈ ഇത്രയും കുറച്ച് സ്പേസിൽ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും വലിയ സ്പേസ് നമ്മൾ ഇവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ അടിയിലായിട്ട് വെക്കാൻ പോകുന്നത് ഒരു അണ്ടർ സ്കേർട്ട്, അതുപോലെ പെൺകുട്ടിക്കുള്ള ഇന്നർ വെയർ ഒക്കെയാണ് നമ്മൾ ഈ സ്ഥലത്ത് അടിയിലായിട്ട് വെക്കേണ്ടത്. അതിന് മുകളിലാണ് നമ്മൾ സാരി വെക്കുക. അപ്പൊ നമുക്ക് ഇനി സാരി എടുത്തു വെക്കാം. ഇതാണ് ഞാൻ ഈ ബാഗിലേക്ക് വെക്കാൻ പോകുന്ന സാരി. ഇതൊരു 25 വർഷം പഴക്കമുള്ള ഒരു പട്ടുസാരിയാണ്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംഭവം. കാരണം ഒരു പെൺകുട്ടിയുടെ വിലപ്പെട്ട ഒരു നിധിയല്ലേ ഇത്. അപ്പൊ നമ്മൾ സാരി ഇങ്ങനെ അണ്ടർസ്കേർട്ടിനും ഇന്നർ വെയറിനും ഒക്കെ മുകളിലായിട്ട് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പെട്ടി നമ്മളിങ്ങനെ തുറക്കുമ്പോൾ കാണത്തില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ സാരിയുടെ മുകളിലേക്ക് വെക്കുന്നത് മുല്ലപ്പൂവാണ്. നമ്മൾ മുല്ലപ്പൂ ഇതിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തിലെങ്കിലും പൊതിഞ്ഞിട്ട് വേണം ഇത് വെക്കാനായിട്ട്. കാരണം വാഴയിലേക്ക് ആവുമ്പോൾ സാരിയിൽ ചിലപ്പോൾ കറ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മുല്ലപ്പൂ നമ്മൾ എന്തിലെങ്കിലും കവർ ചെയ്തിട്ട് ഇതിന്റെ പുറത്തേക്ക് വെക്കുക. പെട്ടിയിൽ കണ്ണാടി കരുതുന്നുണ്ടെങ്കിൽ ആ കണ്ണാടിയുടെ പുറത്തായിട്ട് നമുക്ക് പൂ വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ പെട്ടിയിൽ വെക്കാൻ പോകുന്ന ഐറ്റവും കൂടി ആകുമ്പോഴേക്കും പെട്ടി ഫില്ലാവും. പക്ഷെ അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഐറ്റം ആണ്. ഇങ്ങനെ ഒരു തട്ടം നമുക്ക് വെക്കാം. ഈ തട്ടം ഓപ്ഷണൽ ആണെന്ന് പറയാൻ കാരണം, നമ്മളിപ്പം ഏതെങ്കിലും ഹാളിലോ മറ്റോ ഓഡിറ്റോറിയത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടം കിട്ടണമെന്നില്ല. ഇപ്പൊ പെണ്ണിന്റെ വീട്ടുകാരത് കൊണ്ടുവരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം കൂടി ഈ പെട്ടിയിൽ കരുതുന്നത്. ഇപ്പൊ നമ്മുടെ പെട്ടി ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാം.
അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അപ്പോൾ അതിന് മുകളിലായിട്ട് വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും അത് അപ്പൊ തന്നെ കാണാനും പറ്റുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.